സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവരുടെ യൂണിയൻ പറഞ്ഞു ഞാൻ തുറക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ യൂണിയനാണോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, ഞങ്ങൾക്ക് യൂണിയൻ പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. ആശുപത്രിയിലെ ജീവനക്കാരെയാണ് പറയുന്നത്. രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റി. ദേശീയ പണിമുടക്കിനെ തുടർന്ന് കോട്ടയം പെരുന്നയിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ അടച്ചിട്ടു. ഡോക്ടറോ മറ്റ് ജീവനക്കാരോ രാവിലെ ആശുപത്രിയിലേക്ക് എത്തുകയോ ആശുപത്രി തുറക്കുകയോ ചെയ്തില്ല. ഈ ആശുപത്രിയുടെ ഗേറ്റിൽ തന്നെ, ഈ സർക്കാർ ആശുപത്രിയുടെ ഗേറ്റിൽ തന്നെ ഇന്ന് അവധിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു നോട്ടീസും പതിപ്പിച്ചിരുന്നു. നിരവധി രോഗികളാണ് രാവിലെ ഇവിടേക്ക് ചികിത്സ തേടിയെത്തുകയും അവസാനം മടങ്ങിപ്പോവുകയും ചെയ്തത്. ഇതിന് പിന്നാലെ നാട്ടുകാരുടെ ഭാഗത്ത് നിലവിൽ രോഗികളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായതോടുകൂടി BJP നേതാക്കൾ, BJP കൗൺസിലർമാർ ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി, അല്ലെങ്കിൽ 12 മണിക്ക് ശേഷം ഡോക്ടറും ഏതാനും ചില ജീവനക്കാരും ഇവിടേക്ക് എത്തുകയും ആശുപത്രി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായത്. ഈ മേഖലയിലെ വാർഡ് കൗൺസിലർ നമുക്കൊപ്പം ചേരുകയാണ്. ഈ പണിമുടക്കാണെന്ന് പറഞ്ഞ സർക്കാർ ആശുപത്രിയൊക്കെ അടച്ചിടുന്നൊരു സാഹചര്യം, കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ്. അതെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ രാവിലെ വന്നു, ഞങ്ങളിവിടെ നോക്കിയപ്പോൾ ഇവിടെ ബോർഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്, കൂട്ടിയിട്ടേക്കാണ്. ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ 10-30 ആൾക്കാർ വന്നു പോയി. കാരണം ഇതൊരു വലിയൊരു OP ആണ്. ഡോക്ടറോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. നമ്മുടെ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന സ്ഥാപനമാണിത്. ഇവിടുത്തെ ഡോക്ടർക്ക് അതുപോലെ പേരിട്ട ഡോക്ടറൊക്കെയാണ്. ഗേറ്റിൽ തന്നെ എഴുതി വെച്ചേക്കാണ് ആശുപത്രി അവധിയാണെന്നുള്ളത്. അത് വലിയൊരു കോമഡി. നാളെ 12/2/2026 നാളെ ശനി, അതായത് ഇന്ന് വ്യാഴമാണ്, ശനി അവധിയാണ് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ തന്നെ എഴുതി വെച്ചേക്കായിരുന്നു, കൂട്ടിയിട്ടേക്കായിരുന്നു. പിന്നെ ഡോക്ടറെ വിളിച്ചു നോക്കി, ഇപ്പോൾ തന്നെ രോഗികൾ വരുവാണ്, ആൾക്കാർ വരുവാണ്, കണ്ടോളൂ, നമ്മൾ തുറന്ന് ഇതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ റെഡിയാണ് വരാൻ. എന്നെ സംബന്ധിച്ച് ഞാൻ റെഡിയായിട്ട് വരാനും ഓക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ സ്റ്റാഫുകൾ അവിടെ യൂണിയൻ പറഞ്ഞേക്കാണ് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഒറ്റയ്ക്ക് ഒരു മെഡിസിൻ കൊടുക്കണം, മറ്റുള്ള കാര്യം ചെയ്യാൻ പറ്റത്തില്ല, നാട്ടുകാർ തെറിയേക്കേണ്ടി വരുന്നുള്ളതുകൊണ്ട് അദ്ദേഹം വന്നില്ല എന്ന് പറഞ്ഞു. അതായിരുന്നു അവസ്ഥ. 12 മണി വരെ ഇവിടുന്ന് പല ആൾക്കാരും വന്നു പോയി നിന്നാണ്. ഇപ്പോൾ അവർ നമ്മൾ ആ പ്രതിഷേധം നടത്തി കഴിഞ്ഞപ്പോൾ ഇവരിപ്പോൾ വന്ന് തുറന്നു. ഞാനിപ്പോൾ ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവരുടെ യൂണിയൻ പറഞ്ഞു ഞാൻ തുറക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ യൂണിയനാണോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, ഞങ്ങൾക്ക് യൂണിയൻ പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. ഇതിനൊക്കെ എന്ത് മറുപടി പറയണം നമുക്കറിയത്തില്ല. ഒരു ആശുപത്രിയിലെ ജീവനക്കാരെയാണ് പറയുന്നത്. ഞങ്ങളുടെ യൂണിയൻ പറഞ്ഞു ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത്. ആ ഒരു ദുരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഈ സമരത്തിന് ആഹ്വാനം ചെയ്ത ആളുകൾ തന്നെ പറഞ്ഞത് ആശുപത്രി പോലെയുള്ള അവശ്യ സർവീസുകൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ്. അത് തീർച്ചയായിട്ടും. ഇത് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്ന ഒരു ഇതും കിട്ടുന്നില്ല. സാധാരണപ്പെട്ട ജനങ്ങളല്ലേ ഇത് അനുഭവിക്കുന്നത്. അതിന് നമുക്ക് വിഷമം ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ അത്രയും വിഷമിച്ച് ഞങ്ങളെല്ലാവരും കൂടുകയും അപ്പോൾ തന്നെ എല്ലാവരും പ്രതികരിക്കുകയും ചെയ്തു തന്നെ. നിങ്ങളുടെ പ്രതിഷേധത്തിന് പിന്നാലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ആശുപത്രി തുറന്നത് അല്ലേ? അങ്ങനെ ഡോക്ടർ പറഞ്ഞു കേട്ടു. എന്തായാലും സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അങ്ങനെ ചെയ്തതില്ല നമ്മളത് രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ അദ്ദേഹത്തോട്, ആരോഗ്യമന്ത്രിയോട് ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നമുക്കാർക്കും വേണ്ടിയുള്ളതല്ല. അതിന് പ്രത്യേകം നന്ദിയും പറയുന്നു. ഇവിടുത്തെ ജീവനക്കാർ അവർ താൽക്കാലിക ജീവനക്കാരാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നവരൊന്നുമല്ല. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സർവീസ് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നുള്ളവരാണ് അവിടുത്തെ നേഴ്സസ്, ഫാർമസി സ്റ്റാഫുകളൊക്കെ. അവർ ഞങ്ങളുടെ യൂണിയൻ പറഞ്ഞാൽ മാത്രമേ എന്നാൽ ഇതിനു മുമ്പ് പല പണിമുടക്കുകൾ നടന്നിട്ടുണ്ട്, ഹർത്താലുകൾ നടന്നിട്ടുണ്ട്, ഇവരുടെ യൂണിയൻ്റെ തന്നെ ബന്ധുകൾ നടന്നിട്ടുണ്ട്. അന്നൊന്നും അടച്ചിടാത്ത ഒരു അവശ്യ സർവീസ്, പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം, ആ രാഷ്ട്രീയ മാറ്റത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ ചെയ്തത്. നിങ്ങൾ ഇടപെട്ട് ഈ ആശുപത്രി ഇപ്പോൾ ഇന്ന് തുറപ്പിച്ചതിന് ശേഷം ഇപ്പോഴും ഈ ഉച്ചയാകുന്ന സമയമാണ്, ഇപ്പോഴും രോഗികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റി. രോഗികൾ വരുന്നു, OP ടിക്കറ്റ് കൊടുക്കാൻ തയ്യാറാകുന്നു. ഈ ആശുപത്രിയിലെ ഡോക്ടർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. BJPയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ആശുപത്രി തുറന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ ഡോക്ടർക്ക് പറയാനുള്ളത്? എന്താണ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആശുപത്രി അടച്ചിട്ടുണ്ടെന്നും പിന്നെ ഞാൻ OP നടത്തണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ സ്റ്റാഫുകളോടൊക്കെ ചോദിച്ചു, ഇങ്ങനെ ഞാൻ OP എടുക്കാൻ ഞാനും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശ്രീജിത്ത് ഡോക്ടറും OP എടുക്കാൻ വില്ലിങ് ആണെന്ന് എന്നോട് ഡോക്ടറും അറിയിച്ചു. അപ്പം നമുക്ക് OP റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ മാത്രം പോരാ ഹോസ്പിറ്റലിൽ. നമുക്ക് ഒരു സ്റ്റാഫ് നഴ്സ് വേണം, ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫ് വേണം, അതുപോലെ ഫാർമസിസ്റ്റ് വേണം. അറ്റ്ലീസ്റ്റ് ഇത്രയും 3 പേര് വേണം. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് ഇവരെല്ലാം ഒന്നടങ്കം പറഞ്ഞു അവർ സമരത്തെ അനുകൂലിക്കുന്നുണ്ട്, അവർ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്കൊരു വൺ മാൻ ഷോ പോലെ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ NHMൽ അറിയിച്ചപ്പോഴത്തേക്ക് നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്ന് പറഞ്ഞു ഒരിക്കലും സമരം ചെയ്യണമെന്ന് അവർ പറയില്ല, നിങ്ങളുടെ പാർട്ടിയുടെ ഇതാണ്, നിങ്ങളുടെ തീരുമാനം പോലെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവർ സ്റ്റാഫ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ഹോസ്പിറ്റൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇന്ന് ഹോസ്പിറ്റൽ അടച്ചിടുകയാണ് ഉണ്ടായത്. അപ്പം രാവിലെ തൊട്ട് ഇവിടെ പ്രതിഷേധവും, ഒരുപാട് പേഷ്യൻസ് വന്നിട്ട് പോയി, ഒരുപാട് പേഷ്യൻസ് എന്നെ വിളിച്ചു. പിന്നെ ഇവിടുന്ന് പാർട്ടി പ്രവർത്തകരും പലരും
പലരും എന്നെ വിളിച്ചു. അങ്ങനെ ഇപ്പം എന്നെ ജസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പ് DPM വിളിച്ചിട്ട് ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യണം, മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യണം എത്രയും പെട്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഹാർഡ്ലി ഒരു 200 മീറ്റർ, ഒരു 1/2 കിലോമീറ്ററിനകത്താണ് എൻ്റെ വീട്. അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് സ്റ്റാഫുകളെല്ലാം ഒരു നിയർ ബൈ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ, അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലാണ്. അപ്പം ഞാൻ അത്യാവശ്യം എനിക്ക് OP നടത്താനായിട്ട് ഒരു സ്റ്റാഫ് നേഴ്സ്, ഫാർമസിസ്റ്റ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ് വേണം. അവരെ 3 പേരെയും വിളിച്ചിട്ട് നിർബന്ധമായിട്ട് 10 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം വന്നു. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്തു. പണിമുടക്കിലായിരുന്ന ജീവനക്കാർ ഇപ്പോൾ താങ്കൾ വിളിച്ച് നിർബന്ധമായി എത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞു DPMൻ്റെ കർശനമായിട്ടുള്ള ഓർഡറാണ് ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യണമെന്ന്. അപ്പം എനിക്ക് ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ മാത്രം അവിടെ ഓപ്പൺ ചെയ്തിരുന്നിട്ട് കാര്യമില്ല. പേഷ്യൻസ് വരുമ്പോൾ മെഡിസിൻ കൊടുക്കണം, എന്തെങ്കിലും അവശ്യ സർവീസ്, ഇഞ്ചക്ഷൻ പോലൊക്കെ കൊടുക്കണമെങ്കിൽ സ്റ്റാഫ് നേഴ്സ് വേണം. അപ്പം മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ 3 പേരും ഹോസ്പിറ്റലിൽ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ എത്തുകയും ചെയ്തു. ശരാശരി ഒരു ദിവസം എത്രത്തോളം പേഷ്യൻസ് എത്തുന്നൊരു ആശുപത്രിയാണിത്? ഞാനാണ് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ്. നമുക്ക് യൂഷ്വലി എൻ്റെ OPയിൽ മോർണിംഗിൽ ഏകദേശം ഒരു 90-100 പേഷ്യൻസോളം വരും. ഈവനിങ്ങിലും അതുപോലെ. ശരാശരി നോക്കുവാണെങ്കിൽ നമുക്കൊരു ഡെയിലി ഒരു 150 OPക്ക് മേളിൽ വരും. മന്ത്ലി നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3000-3200 OPയോളം നമുക്ക് ഉള്ളൊരു ഹോസ്പിറ്റലാണ്. അത്യാവശ്യം നല്ല പേഷ്യൻസ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. മറ്റ് സ്റ്റാഫുകൾ എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഡോക്ടറും എത്താതെ ഇരുന്നത്. അതെ. ഞാൻ OP എടുക്കാൻ വില്ലിങ് ആയിരുന്നു. അതുപോലെ ഉച്ചയ്ക്കത്തെ ഡോക്ടർ ആണെങ്കിലും OP എടുക്കാൻ വില്ലിങ് ആയിരുന്നു. പക്ഷേ ബാക്കിയുള്ള സ്റ്റാഫുകൾ ഇല്ലെന്ന് പറയുമ്പോൾ നമുക്കത് ഹോസ്പിറ്റൽ റൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ മാത്രം വന്നിരുന്ന പേഷ്യൻസ് വരുമ്പോൾ ഞാൻ ഒരുപാട് മറുപടി പറയേണ്ടി വരും. മരുന്നില്ലാത്ത എന്താണ് അതായത് ചോദിക്കുമ്പോൾ. പിന്നെ ഞാൻ മാത്രം വന്നിരുന്ന പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യുന്നതുകൊണ്ട് അർത്ഥമില്ലല്ലോ. അവശ്യ സർവീസായ ആശുപത്രി അടച്ചിട്ട സംഭവത്തിൽ BJP നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ ആരോഗ്യമന്ത്രിയുടെയൊക്കെ ഓഫീസിൽ നിന്ന് ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഒരു ഡോക്ടറും ഏതാനും ചില ജീവനക്കാരും ഈ ആശുപത്രിയിലേക്ക് എത്തുകയും ആശുപത്രി തുറക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടേക്ക് രോഗികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും വളരെ അപൂർവമായ കേട്ടുകേഴ്വി പോലും ഇല്ലാത്തൊരു സംഭവമാണ് കോട്ടയം പെരുന്നയിൽ ഉണ്ടായിരിക്കുന്നത്. പണിമുടക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവശ്യ സർവീസ് ആയിട്ടുള്ള ആശുപത്രി പോലും അടച്ചിടുന്നൊരു കാഴ്ചയാണ് ഇന്ന് കോട്ടയം പെരുന്നയിൽ നിന്ന് കാണാനായത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.